എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ സൂപ്പാണ്. തണുത്ത കാലാവസ്ഥയിൽ നല്ല ചൂടായിട്ട് കുടിക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പ് റെസിപ്പിയാണ്. എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി അത്യാവശ്യം കുഴിയുള്ള ഒരു കടായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, ഒരുപാട് ചേർക്കണ്ട. 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എണ്ണത്തിൽ പറയുകയാണെങ്കിൽ ഒരു 6 ഗാർലിക്ക് എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 6 ഗാർലിക്ക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. സൂപ്പ് തയ്യാറാക്കാനുള്ള എല്ലാ വെജിറ്റബിൾസും ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് വളരെ പെട്ടെന്ന് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് പോർഷൻ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. 4-5 ബീൻസ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, സ്വീറ്റ് കോണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കേണ്ട, 1/2 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്കൊരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ 5 ഗ്ലാസ് വെള്ളം വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം 10 മിനിറ്റ് ബോയിൽ ചെയ്തിട്ട് എടുക്കണം. തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ആ ഒരു വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ടാവും, കുറച്ച് വെള്ളം വറ്റിയിട്ടും ഉണ്ടാവും. അടച്ച് വെച്ച് ബോയിൽ ചെയ്തിട്ട് എടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്, അതുപോലെ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ആ ഒരു സൂപ്പ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, ഒരുപാട് പഞ്ചസാര ചേർക്കണ്ട, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. തീ ഒന്ന് ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. അതിനുശേഷം 2-3 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നല്ലതുപോലെ ആ ഒരു കോൺഫ്ലോർ മിക്സ് ആയതിനു ശേഷം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടാവും. ഒരുപാട് അങ്ങ് തിക്കാക്കി കളയണ്ട, സാധാരണ ഒരു സൂപ്പ് കൺസിസ്റ്റൻസിയിലുള്ള തിക്നെസ്സിൽ എടുത്ത് വയ്ക്കാം. 2-3 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല ചൂടോടുകൂടിയാണ് ഈ ഒരു സൂപ്പ് സെർവ് ചെയ്യേണ്ടത്. സൂപ്പ് എപ്പോഴും നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യുക. നല്ല തണുത്ത സമയങ്ങളിൽ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതല്ലാതെയും ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, കുറച്ച് പച്ചക്കറി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലുള്ള എല്ലാ കണ്ടൻറ്റുകളുടെയും ഡീറ്റെയിൽ റെസിപ്പി നമ്മുടെ സൈറ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.